ഹായ് ഹലോ കൂട്ടുകാരെ, നമ്മൾ തടിക്ക് ചിക്കി ഇട്ട് കൊടുക്കുകയാണ്. കരിയിലയും ചാമ്പലും ഇട്ടാണ് നമ്മൾ ചിക്കി കൊടുക്കുന്നത്. തടിയൊക്കെ നമ്മൾ ചിക്കിയിട്ട് കഴിഞ്ഞ്. വഴുതന തൈ ഇച്ചിരി ഉണ്ടായിരുന്നു, അപ്പോഴത്തേക്ക് ഞാൻ പിരിച്ച് നടയാണ്. നട്ട് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് പച്ചളവ് വിളവെടുക്കാം. 4 സൈസ് പച്ചളവാണ് നമുക്കുള്ളത്. നാണ്ടേണ്ടത് കുഞ്ഞൊരു മുളവ്. ഈ മുളക് ചെടിയിൽ പിടിക്കുന്നത് ഒരു നീളമുള്ള മുളകാണ് പിടിക്കുന്നത്. ഒരു വഴുതനി നോക്കിയപ്പോൾ ഞാൻ ഒരു പുഴുക്കത്ത് കണ്ടു. അപ്പോഴത്തേക്ക് നമ്മളെ ഇന്നത്തെ വിളവ് ഇതാണ്. ഇന്നത്തെ നമ്മളെ വിളവെടുപ്പ് വഴുതനയും പച്ചവളവും. ഇതാണ് നമ്മളെ പുതിയ കൃഷിസ്ഥലം. ആദ്യമേ കുറച്ച് പോച്ചയൊക്കെ നമ്മൾ പറിച്ച് കളയുകയാണ്. ഇത് പടമ്പം പോച്ചയാണ്. കൊറേയൊക്കെ നമ്മള് ചെത്ത് നോക്കി, കൊറേയൊക്കെ നമ്മള് പിച്ചയൊക്കെ കളക്കി. നമ്മള് പോച്ചയൊക്കെ പറിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു കോലിഞ്ചിയൊക്കെ അവിടെ ഉണ്ട്. എന്താ വെച്ചാൽ ഇതിന്റെ മാങ്ങ വെച്ചെന്ന് പറയാറുണ്ട്. ചേട്ടന് ഞാനും കൂടെയാണ് ഇതെല്ലാം വൃത്തിയാക്കുന്നത്. ഇതിന്റെ കറയൊക്കെ വിട്ട് ചേട്ടന്റെ കൈയെല്ലാം ചൊറിയുന്നുണ്ടായിരുന്നു. പോച്ചയെല്ലാം നമ്മള് കറിവേപ്പിലയുടെ മൂട്ടിലിട്ടു. അത് കഴിഞ്ഞ് നമ്മള് കിളയിൽ നടങ്ങി. നമ്മളെ കിളയിൽ കണ്ടിട്ട് പാവത്തോന്നാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമ്മളെ പാവത്തോടെ അമ്മയാണ് കിളച്ച് തന്നത്. അച്ഛാമ്മയ്ക്ക് മനസ്സിനൊക്കെ സുഖമില്ലാത്തതാണ്. അതുകൊണ്ട് നമ്മള് കൃഷിയൊക്കെ ഇറക്കി നമ്മള് അങ്ങനെയൊക്കെ. അപ്പോഴത്തേക്ക് അച്ഛമ്മ നോക്കുമെന്ന് ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും നോക്കിയാലും അച്ഛമ്മയുടെ മനസ്സിനൊരു സുഖം കിട്ടുമല്ലോ. ഇപ്പൊ നമ്മള് പോച്ചെല്ലാം മണ്ടേന്ന് വേർതിരിച്ച് ഇടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 2-3 സ്ഥലം നമ്മൾ കിളച്ചിട്ടിട്ടുണ്ട്. പക്ഷെ ഒരു ഭാഗത്തെ നമ്മൾ വിത്ത് പാവിയിട്ടുള്ളൂ. കാന്താരി മുളകും പയറിന്റെ വിത്തുമാണ് ഇവിടെ നമ്മൾ പാകുന്നത്. സന്തോഷത്തോടെ നമ്മളവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ശരി, ടാറ്റാ കൂട്ടുകാരെ.